ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇൻട്രോ ഷൂട്ട്. കാരണം സംസാരിക്കാൻ മടിയാണ്, കാരണം ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് ഗൈസ്. എവിടേക്കാണെന്നല്ലേ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് കല്യാണവും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് മേടിക്കണം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി രാവിലെ ഇറങ്ങിയാണ്. പിന്നെ ബാങ്കിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ബാങ്കിലൊക്കെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മൈ ഷോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ ചങ്ങര സെക്കൻഡ് ബർത്ത്ഡേക്ക് അതിന് മുന്നേ നമ്മൾ ഗിഫ്റ്റ് മേടിക്കാൻ വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ഇടാം. എന്തെങ്കിലും ലിങ്കോ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ അവിടെ വന്ന് ഞാൻ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറേ ഞാൻ ഇങ്ങനെ തരാപ്പര നോക്കി ആ ഫെഡറൽ ബാങ്കിലായിരുന്നു കേട്ടോ ഞാൻ പോയിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റാണ് ഷോപ്പ്. അപ്പോൾ അവിടെ പോയി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഭയങ്കരമായിട്ട് ഞാൻ ഡീഹൈഡ്രേറ്റഡ് ആവും. എനിക്ക് വെള്ളം വേണം എന്നുള്ളൊരു ത്വരയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഔട്ട് പോസ്റ്റിൽ വന്നു. അപ്പോൾ ഇവിടെ എക്സ്പയറും കൂടെ കയറണമായിരുന്നു. അപ്പോൾ അവിടെയും കയറി എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു നാരങ്ങ വെള്ളം കുടിച്ചു. പിന്നെ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാനൊരു ബർഗർ കൂടെ തട്ടി. അയ്യോ ഗൈസ്, സത്യം പറഞ്ഞുണ്ടല്ലോ, അത് കുടിച്ചപ്പോൾ വല്ലാത്തൊരു സുഖം കേട്ടോ. ഇങ്ങനെ വയറ്റിലോട്ട് ഇങ്ങനെ പോകുന്നത് നല്ലപോലെ എനിക്ക് അറിയാൻ പറ്റുന്നു. കാരണം അമ്മാതിരി ചൂടാണ് പുറത്ത്. പിന്നെ ഒരു ബർഗറും കടിച്ച് പറിച്ച് തിന്നുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ സൈഡിൽ വെച്ച് നിൽക്കുകയാണ്. നല്ലൊരു പാടായിരുന്നു. കാരണം പണ്ടൊക്കെ അമ്മ വീട്ടിൽ പോകുമ്പോൾ കൂടിനകത്ത് തുണിയും വെച്ചുകൊണ്ട് പോകുന്ന പോലെ കയ്യിൽ കൂടുമായിട്ട് കുറേ നാളായി നടന്നിട്ട്. കയ്യിൽ ഇപ്പോൾ 2 പിള്ളേരായതുകൊണ്ട് അതുവരെ വെച്ചിട്ട് നടക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ വന്നു. വീട്ടിൽ വന്നിട്ട് ചങ്കരനെ കൊണ്ട് ഇപ്പോൾ പിന്നെയും ഞാൻ വന്നതാണ്. കാരണം ചങ്കുട്ടിയുടെ മുടി വെട്ടണമായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചങ്കരനെ ഒന്ന് ഗെറ്റപ്പാക്കി എടുക്കണം. അപ്പോൾ അതിന് വന്നതാണ് കേട്ടോ. അപ്പം ഭയങ്കര ആളായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് അവനെ നമ്മൾ ഇങ്ങനെ ഞാനൊരാളെ പെണ്ണായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേട്ടന്മാർ പെട്ടെന്ന് തന്നെ കയറ്റിയത് ഔട്ട് പോസ്റ്റ് ഡി ലുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അടിപൊളിയായിട്ട് വെട്ടുകയും ചെയ്യും. ഒരുപാട് സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരാണ് സ്ഥിരമായിട്ട് അങ്ങനെ വെട്ടാറ്. ഭയങ്കര കമ്പനിയാണ് കേട്ടോ പുള്ളിയായിട്ട്. പിന്നെ അവിടെ മലയാളി ചേട്ടന്മാരുള്ളപ്പോഴേ ഞാൻ കൂടുതലായിട്ട് ചെല്ലാറുള്ളൂ. കാരണം ഇവന്മാരോട് പറഞ്ഞ് എനിക്ക് പറ്റൂല, ഹിന്ദി അറിയാത്തതുകൊണ്ട്. വിശാഖാണ് കൂടുതലായിട്ട് ഇവരെ ഡീൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ പോയി മുടിയൊക്കെ വെട്ടി. പിന്നെ ഫ്രണ്ടൊക്കെ പൊക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ നിങ്ങൾ ടീമ ലൈഫ് കണ്ടവർക്കറിയാം. ചങ്കരൻ ഫ്രണ്ട് പൊക്കാൻ ഒത്തിരി ത്വര കാണിക്കുന്നത്. ചെന്നപ്പം മുതൽ അവരോട് പറയുന്നൊരു കാര്യമാണ് എനിക്ക് ഫ്രണ്ട് പൊക്കി തരണം. അങ്ങനെ അവർ അതെല്ലാം ഹീറ്റ് കൊടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ്. ഇങ്ങനെയായിരുന്നു ഫൈനൽ ലുക്ക്. പക്ഷേ ഇത് കുളിക്കുമ്പോൾ അത് മാറിപ്പോകും കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചിരുന്നു രാവിലെ വന്ന് ഇങ്ങനെ ആക്കി തരും. അപ്പോൾ അവരാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് സാഹചര്യം അനുസരിച്ച് വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഓട്ടോ വെയിറ്റിംഗ് ആണ് ഗൈസ്. നമ്മൾ പിടിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടനെ വിളിച്ചാൽ മതി. അപ്പോൾ ഔട്ട് പോസ്റ്റ് കിടന്ന് ഓടുന്ന ചേട്ടൻ തന്നെയാണ്. അപ്പം ഇത് കണ്ടോ, അടിപൊളിയായിട്ട് വെട്ടിയിട്ടുണ്ട്. പൊക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഒരു സൈഡിലൊരു മുടി ഒരു ചെറിയ ചുടിയുണ്ട് ഗൈസ്. അത് അവിടെ ഇങ്ങനെ ഇരിക്കുള്ളൂ. കറക്റ്റായിട്ട് പൊക്കാൻ നമുക്ക് പറ്റില്ല. ചിലത് സാധനം ചിലത് പൊങ്ങിയൊക്കെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ആ കൂറ കൊലത്തിൽ കയറി. പിന്നെ ഞാനൊരു മെഹന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ ചങ്കറിനെ ഇട്ട് കൊടുത്തു. അവന് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇതിടാൻ. പക്ഷേ ആൺകുട്ടിയായിട്ട് ഇടാൻ പറ്റില്ല എന്ന് ഒത്തിരി പറഞ്ഞപ്പോൾ അറിയാം. അപ്പോൾ അവൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു ഇങ്ങനെ കയ്യിലൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ പുള്ളി എപ്പോഴും ആ കൈ അങ്ങനെ വെക്കുന്ന അവനാണ് എന്നെ പഠിപ്പിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വലിയ ആളാണ്. ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ അത് ഇട്ട് കൊടുത്തോണ്ട്. അപ്പോൾ ഗൈസ് എല്ലാം പോയിട്ടൊക്കെ വന്നു കേട്ടോ. അതാ നമ്മുടെ ഹെയർ ഗൈസ്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. കുറച്ച് നീറ്റാവും. കാരണം നമ്മളുടെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻസ് ലൈക്ക് കല്യാണം വൈബാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് പയ്യിടാന്ന് വെച്ചു. കാരണം എനിക്കിനി 3 ദിവസം കഴിയുമ്പോൾ വാഷ് ചെയ്യാൻ പോകണം. അപ്പോൾ അത് കഴിയുമ്പോഴേ നമുക്കിത് കറക്റ്റ് ഫിക്സഡ് ആണോ, അല്ലെങ്കിൽ ഞാൻ പെർമനൻ്റ് ആണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഇത് വാഷ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇതിനൊരു റിസൾട്ട് അറിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു. അല്ല ഇപ്പം നമ്മൾ പോയിട്ട് പിന്നെ ചെയ്ത് കഴിയുമ്പോൾ ഞാനൊരു തെറ്റായ ഇൻഫർമേഷൻ തന്നിട്ട് നിങ്ങളുടെ കയ്യിൽ വെറുതെ കാശ് പോകണ്ടല്ലോ. അതുകൊണ്ടിട്ടാട്ടോ നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ സലൂണിലല്ല, നമ്മൾ ചേച്ചിയുടെ വീട്ടിലാട്ടോ പോയി ചെയ്തത്. അപ്പോൾ എന്താ ചെയ്ത ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് പേര് വന്നു. ഞാൻ കുറച്ച് ഡീറ്റെയിലായിട്ട് ചേച്ചിയോട് ചോദിക്കട്ടെ. എനിക്ക് പടം കണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മൈലാഞ്ചി ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. അത് ഇടാം ഗൈസ്. അപ്പോൾ നമ്മൾ മെഹന്തിയും കാര്യങ്ങളും ഇറ്റ് ഗൈസ്. ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്. ഞാൻ ഫോണിൽ നോക്കിയിട്ട് വരച്ചതാണ് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട് കേട്ടോ ഗൈസ്. ഭയങ്കര സംഭവം ഗൈസ്. കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. ഞാൻ കഴുകി വെച്ചു ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ മെഹന്തി? അപ്പോൾ ഇനി പാറ എണീറ്റ് കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് തന്നെ പോയി കഴുകി. അതാണ് ഇപ്പോൾ തന്നെ കാണിച്ചത്. ഇനി നമുക്ക് റെഡി ആവണം. വൈകുന്നേരം പോകാമെന്നാണ് വെക്കുന്നത്. ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പോകാമെന്നാണ് വെക്കുന്നത്. നൈറ്റ് 11 നല്ല പോയിരിക്കും. അപ്പം ഇനിയിപ്പോൾ റെഡി ആയിട്ടൊക്കെ കാണാം. കുറ്റിപ്പാറ കുറച്ച് വഴക്കാണ് കഴിച്ച്. അവളൊക്കെ മാനേജ് ചെയ്യണം. മോളെ അമ്മയുടെ കുഞ്ഞാണ്.
അപ്പോൾ ഗൈസ് അപ്പോൾ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് ഞാൻ ഇന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വൈകിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ ലൊക്കേഷനൊക്കെ ഇട്ടതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ അപ്പോൾ ഓട്ടോയിലാണ് ഞാൻ വന്നത്. ഓട്ടോയുടെ വെയിറ്റിംഗ് ആണ്. കുഞ്ഞിപ്പാറിനൊന്നും കൊണ്ടുവന്നിട്ടില്ല, അമ്മയും കുഞ്ഞിപ്പാറും വന്നിട്ടില്ല, ഞാനും ചങ്ങോട്ടും കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, അവിടെ ചെന്നിട്ട് അവളെ കണ്ടു. അപ്പോൾ അവൾക്ക് ഇങ്ങനെ പുടവൊക്കെ കൊടുക്കുന്ന ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോസ് ഞാൻ കാണിക്കുന്നില്ല, ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് എന്താ പറയുക, ചിലർക്ക് കംഫർട്ടായിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത്, ചിലർക്ക് കംഫർട്ട് അല്ലായിരിക്കും. അവളോട് ഞാൻ ചോദിച്ചോളൂ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടണ്ട, എന്നാലും നമുക്ക് അവരുടെ കാര്യങ്ങൾക്ക് ഒരു പ്രൈവസി നമ്മൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ വലിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുക്കാഞ്ഞത്. പിന്നെ അത് അവൾ പുടവയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയിട്ട് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു, ഒരു സെൽഫി എടുത്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ബിരിയാണിയൊക്കെ ആയിരുന്നു. അപ്പോൾ അഞ്ചിൻ്റെ അനിയന് മാത്രമേ ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ട് സംസാരിച്ചു. പിന്നെ ചങ്കുട്ടി ഇവിടെ കിടന്ന് അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കോപ്പിറൈറ്റ് വരുമല്ലോ, ഞാൻ ഇട്ടായിരുന്നു. അവൻ അതിനനുസരിച്ച് താളം കൂട്ടാണ്. പിന്നെ കഴിച്ചിട്ട് പാത്രം കൊണ്ട് ഉള്ളിലേക്ക് പോകുമായിരുന്നു കേട്ടോ കഴുകാനായിട്ട്. ഒരു ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ അത് കുറച്ച് വീഡിയോ ആയി. പിന്നെ ഞങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ്. ഇപ്പോൾ എത്താറായപ്പോഴാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ വേറൊരു കല്യാണം ഉണ്ട്, വേറൊരു കൂട്ടുകാരുടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ചങ്ക്സുമായിട്ട് ചില്ല് ചെയ്യുന്നത് അടുത്ത വ്ലോഗിൽ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇരുട്ട് തന്നെ കാണത്തില്ല, എൻ്റെ കണ്ണുകളിലെ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേട്ടൊന്നും ചെല്ലട്ടെ ഗൈസ്. അവിടെ തിരിച്ച് മറിച്ച് വെച്ചിട്ടുണ്ടാവും കുഞ്ഞിപ്പാറും. അതെന്താടാ, അതെന്താ എത്ര ദിവസം പിന്നെ. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ അഞ്ജുവിൻ്റെ നോക്കണ്ട ഗൈസ്, എല്ലാം മത്സ്യവാരിക്കേണ്ടി ഭയങ്കര ചൂട്. അപ്പോൾ അഞ്ജുവിൻ്റെ കല്യാണത്തിനൊക്കെ പോയി. തലേന്നാട്ടോ ഞാൻ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ കുഞ്ഞിപ്പാറ് ഭയങ്കര വഴക്കായിരുന്നു ഗൈസ്. ഒത്തിരി നേരമൊന്നും അവളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ഇങ്ങനെ പോന്നു. അപ്പോൾ നാളെ അപ്പോൾ വേറൊരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട്, ഇന്ന് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ അത് നമ്മൾ കട്ടച്ചങ്കാണ് ഗൈസ്, വൈകിട്ടില്ലെന്ന് പറഞ്ഞാണ്. പക്ഷെ അവൾ പിന്നെയും വിളിച്ചു, ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നത്, നിങ്ങൾ എവിടെ ആയിടി? ഞാൻ പറഞ്ഞിട്ട് നാളെ രാവിലെ വരാം, കാരണം കുഞ്ഞിപ്പാറ് നിൽക്കത്തില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു, അവൾ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ പകൽ പക്ഷേ ഇരിക്കും, പകൽ നമ്മൾ എന്തെങ്കിലും കഴിക്കാനുള്ള എന്തെങ്കിലും കുറുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഇരുന്നോളൂ. പിന്നെ കാക്കയും പൂച്ചയൊക്കെ കാണുമ്പോൾ ഇരിക്കുന്ന ആ ടൈപ്പാണ്, പക്ഷേ രാത്രി ഒട്ടും ഇരിക്കത്തില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഓക്കെ ബൈ. അപ്പോൾ കുഞ്ഞിപ്പാറുവിനെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുടെ കാണാൻ മതിയായിരിക്കും. ബൈ.